കൊണ്ട് എന്നെ ദൈവത്തിന് ഒന്ന് വെളിപ്പെടുത്തുവാൻ സാധിച്ചതിന്റെ മുമ്പിൽ നമുക്കറിയാം, ഭാരത മണ്ണിൽ അനേക വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ജനപ്രകാരം ഭക്തിയോടുകൂടി ഭക്തി മാർഗത്തിൽ ജീവിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. എന്നാൽ ഹൃദയപരമാർത്ഥതയോടെ സ്വസ്ഥതയില്ലാതെ അല്ലെങ്കിൽ നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥ സത്യദൈവത്തിന്റെ സത്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്നാണ്. എന്റെ കുടുംബത്തിനകത്ത് എന്റെ അപ്പനാണ് ആദ്യം രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. എന്റെ അപ്പൻ രക്ഷിക്കപ്പെട്ട് ഒരു സഭയിൽ ചെല്ലുമ്പോൾ ആദ്യം എന്റെ അപ്പൻ ആ ദൈവസഭയിലെ ശുശ്രൂഷകനോട് ചോദിച്ചത്, ഇനി ഞാൻ യേശുവിനോട് അടുക്കുവാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എന്റെ അപ്പൻ ആ ദൈവദാസൻ മറുപടി കൊടുത്തു, അപ്പച്ച ഇനി സ്നാനപ്പെടണം. എന്റെ അപ്പന് സംസ്കൃതം അറിയാവുന്നത് കൊണ്ട് ഹൈന്ദവ പശ്ചാത്തലത്തിനകത്ത് മർമ്മപ്രധാനമായ രഹസ്യങ്ങൾ അറിയുന്ന ഒരു പിതാവായതുകൊണ്ട് എന്റെ അപ്പൻ പറഞ്ഞു, ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു, ആ കുളിയല്ല, അത് ശരീരത്തിന്റെ അഴുക്ക് കളയാനാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, സ്നാനം എന്നത് ശരീരത്തിന്റെ അഴുക്ക് കളയുവാനല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയായിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പ്രാപ്തനാക്കുന്നതിന്റെ ഒരു ആരംഭ പടിയാണ് സ്നാനമെന്ന് എന്റെ അപ്പനെ ഉപദേശിക്കാൻ കാരണമായി. എന്റെ അപ്പൻ സ്നാനപ്പെട്ടു. എന്റെ അപ്പൻ ആ ദേശത്തിൽ അറിയപ്പെടുന്ന ഒരു കുടുംബാംഗമായിരുന്നു. എല്ലാവരും എന്റെ അപ്പനെ ഭ്രാന്തായെന്ന് വിളിച്ചു. ഞങ്ങളുടെ മതത്തെ, നമ്മുടെ സമുദായത്തെ നശിപ്പിച്ചവനെന്ന് പറഞ്ഞു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ അപ്പൻ 2 വർഷം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടതിനു മുമ്പ് യേശുവിനെ അനുഗമിച്ചത് കൊണ്ട്, സുവിശേഷ സത്യത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എന്റെ അപ്പനെ ഭ്രാന്തൻ എന്ന് പറഞ്ഞവരുടെ നടുവിൽ യഥാർത്ഥ ഭ്രാന്തനായിട്ട് സുബോധമില്ലാതെ സ്വന്തം ശരീരത്തെ കഞ്ചാവിന്റെ നീടികൊണ്ട് ആ ട്രീയുടെ അനുഭവം ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കുകയും ശരീരത്തെ സ്വയം പീഡിപ്പിക്കുകയും ഒരു മാനസിക രോഗി പോലെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് പല്ല് തേക്കാതെ കുളിക്കാതെ സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ ആയിരുന്ന എന്റെ അപ്പന്റെ 4 മക്കൾ ഇളയവനായ എന്നെ യേശുക്രിസ്തു സുബോധമുള്ളവരാക്കി. എന്റെ അപ്പനെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ സമൂഹത്തിന് നടുവിൽ സുബോധമുള്ളവനാക്കി നിർത്തി. എന്റെ അപ്പന്റെ മരണത്തിന് മുൻപ് എന്റെ അപ്പന് കൊടുത്ത ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്ക് ലഭിച്ച സുബോധം എന്ന് പറയുന്നത്. ഇന്ന് മുതൽ ഈ ദേശക്കാരോട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല, ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റുവാൻ കഴിവുള്ളതെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യമാണ് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്.